ചിലര് ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ഒരാൾക്ക് മുറിവ് പറ്റിയത് എവിടെയാ? കാലിലാണ് മുറിവ് പറ്റിയത്. ഒളൂവിന്റെ അവയവത്തിൽ തന്നെ വിരലിൽ മുറിവ് പറ്റി. അയാൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണമെങ്കിൽ നിസ്കരിച്ചാൽ മതി. തയമ്മും ചെയ്യണം. തയമ്മും എപ്പോഴാണ് ചെയ്യേണ്ടത്? ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഒളൂവും തയമ്മും ചെയ്യേണ്ടത്. മനസ്സിലാക്കണം, നേരത്തെ അല്ല. ഇതൊന്നും ചിലർ ശ്രദ്ധിക്കാത്ത വിഷയമാണ്. ഞാൻ സാന്ദർഭികമായി ഉണർത്താണ്. ഓൺലൈനിലും ആളുകൾ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം തയമ്മുമിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് എന്ത്? ദുഹൂലുൽ വഖത്ത്, സമയം പ്രവേശിക്കണം. സമയമായതിനു ശേഷമേ തയമ്മും ചെയ്യാൻ പറ്റുള്ളൂ. തയമ്മും നേരത്തെ ചെയ്തിരിക്കാൻ പറ്റൂല. ചിലര് വുളൂ എടുത്ത് തയമ്മും ചെയ്തതിന് ശേഷം വരികയാണ്. ഉദാഹരണം, മഗ്രിബ് നിസ്കരിക്കാൻ പോകണം. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അയാൾ വീട്ടിൽ നിന്ന് ഈ മുറിവിനുള്ള തയമ്മും ചെയ്തിട്ട് വരാൻ പറ്റൂല. കാരണം എന്ത്? ബാങ്ക് വിളിച്ചതിന് ശേഷമേ തയമ്മുമിന്റെ സമയം ആരംഭിക്കുകയുള്ളൂ. മനസ്സിലാക്കണം. മാത്രമല്ല, തയമ്മും എന്ന് പറയുന്ന വസ്തു എവിടെയാ ചെയ്യേണ്ടത്? ചിലര് മുറിവ് പറ്റുന്നതിനകത്തിട്ട് മണ്ണിട്ട് തടയുന്നതാണ്. അത് തെറ്റാണ്. അതൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നും അറിയാത്ത കുറെ ആളുകളുണ്ട്. ഇതൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അന്ന് ബുദ്ധിയും ബോധം ഇല്ലാത്ത സമയമാണ്. എന്തോരൊക്കെ പഠിച്ചിട്ട് പോയി. ജീവിതത്തിൽ വരുമ്പോഴാണ് പിന്നെ ഇത് പ്രാക്ടിക്കൽ ആക്കേണ്ടത്. ഇതൊന്നും ആരും ആലിമ്യങ്ങളോട് ചോദിക്കാറില്ല. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ മുറിവ് പറ്റുമ്പോൾ ഒന്നില്ലെങ്കിൽ നിസ്കരിക്കാതിരിക്കും. ഒന്നില്ലെങ്കിൽ സാധാരണക്കാർ ചെയ്യുന്ന പരിപാടി അതാ, തീരെ നിസ്കരിക്കൂല. കൈയൊടിഞ്ഞു, പിന്നെ അത് കഴിയട്ടെ, എല്ലാം കഴിയട്ടെ, എല്ലാം റെഡി ആയതിനു ശേഷം പിന്നെ നിസ്കരിക്കാം. എവിടെ നിസ്കരിക്കാം? ആ നിസ്കാരം പോയി. അത് ഖളാ വീട്ടിൽ പോലും ഇല്ല. ഈ നിസ്കാരം അതാത് സമയത്ത് ബുദ്ധിയും ബോധമുള്ള നിന്നെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് തയമ്മും ചെയ്ത് നിസ്കരിക്കണം. സമയം എത്തുമ്പോ ബാങ്ക് വിളിക്കുമ്പോ കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവണം. തയമ്മും ചെയ്യേണ്ടത് കാലിൽ മുറിവ് പറ്റിയാലും തയമ്മും ചെയ്യേണ്ടത് 2 അവയവങ്ങളിലേ ഉള്ളൂ. മണ്ണിലടിക്കുന്നു, നിയ്യത്ത് ചെയ്ത് മുഖം തടവുന്നു, രണ്ടാമത് വീണ്ടും അടിക്കുന്നു, കുടയുന്നു, കൈ തടവുന്നു. വലത്തെ കൈയും ഇടത്തെ കൈയും. കയ്യിലാണ്, മുഖവും കയ്യിലുമാണ് എന്തുള്ളത്? തയമ്മുമുള്ളത്. ചിലർ വെക്കാൻ അരലോട് മണ്ണിറക്കിയിട്ട് കാലതിനകത്ത് മുക്കി വെച്ചേക്ക് അരമണിക്കൂർ. അങ്ങനെയല്ല, മനസ്സിലായിക്കോ? ഇതൊക്കെ ഞാൻ സാന്ദർഭികമായി ഒന്ന് ഓടിച്ചു പറയാൻ. ഇതൊക്കെ ചോദിക്കണം നിങ്ങൾ. നമ്മുടെ മഹലിലെ ഖാദിമാരോടും ഉസ്താദുമാരോടും, നല്ല ഉസ്താദുമാരും ഇമാമികളും ഹത്തീബുമാരും മുദരിസുമാരും ഒക്കെ അൽഹംദുലില്ലാ നമ്മുടെ മഹല്ലത്തിലുണ്ട്. നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണ്ടേ, അറിയണ്ടേ, വിവരങ്ങൾ അവരോട് ചോദിക്കണ്ടേ? നിങ്ങൾ ചോദിക്കാതെ എങ്ങനെ അവർ പറയും? അതുകൊണ്ട് ഈ മസലകളൊക്കെ നമ്മൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരവും അതുപോലെ തന്നെ ഇബാദത്തുകളും ഒക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്താൻ വേണ്ടി ഒന്ന് ഉണർത്തിയതാണ്, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, ശരിക്കും ശ്രദ്ധിച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചുരുക്കത്തിൽ നമുക്ക് ആരോഗ്യം ക്ഷയിക്കപ്പെടും, പ്രയാസങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. ആ സമയത്തൊക്കെ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് നിലകൊള്ളണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും പടച്ചറബിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ മുഴുകി രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയതാകുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിമേ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൗതിക ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ മുഴുകി ജീവിച്ച് അല്ലാഹുവിനെ ആരാധിക്കാതെ ഏകദൈവ വിശ്വാസത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൗതികമാകുന്ന ലോകത്ത് ജീവിച്ചതായ വ്യക്തിയല്ലേ, സമ്പത്തിന്റെ വർണ്ണവലിപ്പം കൊണ്ട് ജീവിച്ച വ്യക്തിയല്ലേ ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളെപ്പെട്ട അവനെ അല്ലാഹു നശിപ്പിച്ചതിന്റെ പോലെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. കാസർഗോഡ് പൂച്ചക്കാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം.
മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ പെട്ടതായിരുന്ന ഖാറൂൻ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി മണിക്കൂറുകൾക്കുള്ളിൽ ഇട്ടിരിക്കുന്നതായ വസ്ത്രം അവൻ ചേഞ്ച് ചെയ്യുമായിരുന്നു. ഇട്ടിരിക്കുന്ന പാദരക്ഷകൾ, ചെരുപ്പുകൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഊരുമായിരുന്നു. ഇന്ന് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരും സഹോദരിമാരും ആ രീതിയിലേക്ക് സമ്പന്നത കൊണ്ട് മൂടിയില്ലേ? എല്ലാ ദിവസവും പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയാണ്. ആഴ്ചകളിൽ പുതിയ പുതിയ ചെരുപ്പുകൾ വാങ്ങുകയാണ്. എത്ര ജോഡി ചെരുപ്പാണെന്ന് അവന് തന്നെ അറിയാൻ വയ്യ. വീടിന്റെ വാതിക്കലുള്ള ചെരുപ്പ് വെക്കുന്നതാകുന്ന റാക്കിൽ പോലും എത്രയോ ചെരുപ്പുകളാണ് കെട്ടിക്കിടക്കുന്നത്. ആ ചെരുപ്പിൽ നിന്ന്, ആ റാക്കിൽ നിന്ന് ഒരു ചെരുപ്പ് പോലും അവൻ എടുക്കുകയോ അണിയുകയോ ചെയ്തിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. വീട് പണിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ പണിത് വെച്ചിരിക്കുന്ന ചെരുപ്പിന്റെ റാക്കിൽ നിന്ന് ഒരു ചെരുപ്പ് എടുക്കുകയോ അതിലേക്ക് വെക്കുകയോ ചെയ്യാത്ത വിധം അത് നിറഞ്ഞിരിക്കുകയാണ്. ചെരുപ്പുകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ രീതിയിൽ എത്രയെത്ര ചെരുപ്പുകൾ തന്നെയാണ് മുസ്ലിമേ നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ധരിച്ചിരുന്ന ചെരുപ്പുകളോ ഒന്നോ രണ്ടോ ജോഡി മാത്രമാണ്. ഇന്ന് വീടിനകത്തളത്തിൽ ഒരു ചെരുപ്പാണ്, ടോയ്ലറ്റിനകത്ത് മറ്റൊരു ചെരുപ്പാണ്, പുറത്തിറങ്ങുമ്പോൾ ഇടാൻ വേണ്ടി പല രീതിക്കുള്ള ചെരുപ്പുകളും ഷൂകളുമാണ്. വീടിനകത്തളങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പുകൾക്ക് പുറമെ എത്രയോ വിഭിന്നമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെരുപ്പുകൾ ധരിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഈ ആർഭാടകരമാകുന്ന ജീവിതമൊക്കെ അവസാനിക്കുമെന്നുള്ള ചിന്ത എന്തേ നിന്റെ മനസ്സിലില്ലാതെ പോയത്? മണിക്കൂറുകൾക്കുള്ളിൽ ഇട്ടിരുന്ന വസ്ത്രം ചേഞ്ച് ചെയ്യുകയും ഇട്ടിരിക്കുന്നതായ ചെരുപ്പുകൾ മാറ്റുകയും ചെയ്ത് സമൂഹത്തിന്റെ മുന്നിൽ അക്രമത്തോടുകൂടി ജീവിച്ചതായ മൂസാ നബിയെ കൊണ്ട് അവിശ്വസിച്ചതായ മൂസാ നബിയുടെ കാലക്കാരനാകുന്ന ഖാറൂൻ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയെ കുറിച്ച് അല്ലാഹു അവന്റെ സമ്പത്തിനെ കുറിച്ച് പറയുകയാണ്. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ ഉണ്ടായിരുന്നുവത്രേ ഖാറൂൻ എന്ന മുതലാളിക്കെന്ന് വിശുദ്ധമായ ഖുർആൻ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല, നിധി കുംഭാരങ്ങളുടെ താക്കോല് തന്നെ എത്ര ഒട്ടകം വഹിക്കും? 72 ഒട്ടകം വഹിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ് അവന്റെ സമ്പത്തിന്റെ വലിപ്പം? 72 ഒട്ടകങ്ങളെ കൊണ്ട് ഇങ്ങനെ നിരത്തിയാല് അതിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് താക്കോല് കൊണ്ട് വെക്കാൻ തുടങ്ങാൻ 72 ഒട്ടകങ്ങൾ അവസാനം എടങ്ങേറായിട്ട് വലിച്ചുകൊണ്ട് പോകും. 72 ഒട്ടകം. ചിന്തിക്കണം. ഒരു വലിയ നമ്മളിതിലെ പോകുന്ന ലോറി കണ്ടിട്ടില്ലേ? നാഷണൽ പെർമിറ്റിന്റെ ലോറി വലിക്കുന്ന ഹെവി ലൈറ്റ് അരി വലിക്കും, ഒരു ഒട്ടകം വലിക്കും. അതിന് മുകളിലോട്ട് താക്കോലിട്ട് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ആകെ 10 ലക്ഷം രൂപയുണ്ട്, അല്ലെങ്കിൽ 10 കോടിയുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. അത് ലോക്കറി വെച്ച് അതിന്റെ താക്കോല് കഴുത്തെ കെട്ടിയിട്ടാ ഇപ്പൊ അത് കേൾക്കുന്നത്. വലിയ സംഭവമായിട്ടിരിക്കുക, വലിയ കാശുകാരായിട്ട്. നമ്മളാണ് നാട്ടിലെ ഏറ്റവും വലിയ കാശുകാർ. എനിക്ക് ബെൻസ് ഉണ്ട്, എനിക്ക് പുതിയ ഞാൻ ഇന്നോവ ഹൈക്രോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് ക്രെറ്റ ഉണ്ട്, ബ്രസ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇഷ്ടം പോലെ വണ്ടിയുണ്ട്, ഓടിയുണ്ട്. അതൊക്കെ വെച്ചോണ്ടിരുന്ന് ഇനി ഓടാൻ തുടങ്ങിക്കോ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനേക്കാളൊക്കെ വലിയ സമ്പത്തുള്ള വ്യക്തിയെ കുറിച്ച് അല്ലാഹു പറയാം, അള്ളാഹ് കൊടുക്കാൻ തുടങ്ങിയതൊന്നും ഒരറ്റം ഇല്ല. അതാ പറഞ്ഞത് 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ, നിന്റെ കയ്യിലിരിക്കുന്ന പോലെ അല്പം സ്വർണമോ വെള്ളിയോ അല്ലെ കറൻസിയോ അല്ല, സ്വർണവും അതുപോലെ തന്നെ വൈഡൂര്യങ്ങളും മാണിക്യങ്ങളും ഒക്കെ നിറച്ചു വെച്ചിട്ടുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ 72 ഒട്ടകങ്ങൾക്കുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കണക്കാക്കാൻ പറ്റാത്തത്ര സമ്പത്ത് അല്ലാഹു കൊടുത്തിരുന്നു ഖാറൂനിന്. ലഅനത്തുല്ലാഹി അലൈഹി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് അവൻ സ്വീകരിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവൻ അവിശ്വസിച്ചു, കാഫിറായി ജീവിച്ചു, അവിശ്വാസിയായി ജീവിച്ചു, അഹങ്കരിച്ചുകൊണ്ട് നടന്നു, കല്ലുകുടിച്ചുകൊണ്ട് നടന്നു, വ്യഭിചരിച്ചുകൊണ്ട് നടന്നു. നാട്ടിലുള്ള ഇസ്രായേലി മുസ്ലിം സ്ത്രീകളെ, സഹോദരിമാരെ വ്യഭിചാരത്തിന് വേണ്ടി നിർബന്ധിച്ചു, സ്വർണം കൊടുത്ത് വശീകരിച്ചു. ഇസ്രായേലുള്ള പാവപ്പെട്ടതാകുന്ന മുസ്ലിം പെൺകുട്ടികളുടെ കൈവശം നിങ്ങളുടെ സ്വർണ്ണ നാണയം കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞ് സ്വർണ്ണ നാണയം ഇല്ലാത്ത ചെറുപ്പക്കാരെ വിളിച്ച് സ്വർണ്ണ നാണയം വാരി വിതറി കൊടുത്ത് ഇഷ്ടമുള്ള സ്ത്രീകളുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി നാട്ടിലുള്ള നല്ലവരായ ചെറുപ്പക്കാരെ നിർബന്ധിച്ച് നാട്ടിൽ അരാജകത്വത്തിന് അവൻ തുടക്കം കൊടുത്തു.
എന്താ നാട്ടിലുള്ള ചെറുപ്പക്കാരെ വിളിച്ചട്ടെ, മാന്യമായി ജീവിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഈ പൈസ കൊടുത്തിട്ട് പറയാൻ ഇവിടെ പോയി ഇഷ്ടമുള്ള പെണ്ണുങ്ങളുമായിട്ട് പോയി മോശമായ രീതിയിൽ നടന്നോളാം. എന്താണ് ലോകം? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവന്റേതാകുന്ന സമ്പത്തിന്റെ വർണ്ണവലിപ്പം കണ്ട് ആ നാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങൾ വിളിച്ചു പറയുകയാണ്, യാ ലൈതലനാ യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഈ ഖാറൂനിന് നൽകപ്പെട്ട പോലെയുള്ള ഒരു സമ്പത്ത് ഞങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു എന്ന് നാട്ടിലുള്ളതാകുന്ന മക്കൾ പോലും വിളിച്ചു പറയുന്ന ഘട്ടത്തിലേക്ക് അവന്റേതാകുന്ന സമ്പത്ത് വലിയതാകുന്ന ഉയർച്ചയിലേക്ക് വന്നുവത്രേ. കാസർഗോഡുള്ള എത്രയോ കാഞ്ഞങ്ങാട് ദേശത്തുള്ള ധനികരെ കണ്ട് ഈ നാട്ടിലുള്ള എത്രയോ പാവങ്ങൾ തന്നെ അവരുടെ മനസ്സുകൊണ്ട് ആ രീതിയിൽ പറയാറുണ്ട്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ഹാജിയാർക്ക് നൽകിയതാകുന്ന സമ്പത്തിന്റെ ഒരംശം എനിക്ക് നൽകിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലാ. പറയാറില്ലേ? അങ്ങനെ പറയണം. അതിനു വേണ്ടിയിട്ടാണ് ചിലർ ഗരിമ വെച്ച് നടക്കുന്നത് തന്നെ. 10 പേരങ്ങനെ പറയണം. അതിനാണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനം. അങ്ങനെ ആയിപ്പോയി ജീവിതം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നാ ചിന്തിച്ചോ, ഈ സമ്പത്ത് കൂടുതൽ ഉണ്ടായിരുന്ന ഖാറൂൻ അള്ളാഹുവിനെ ധിക്കരിച്ചു, മുസ്ലിമായില്ല, കാഫിറായി, അവിശ്വാസിയായി, മൂസാ നബിയെ കൊണ്ട് മോശമാകുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് നടന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കെട്ടിട സമുച്ചയങ്ങളെയും ഈ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു റബ്ബിനെ ആരാധിക്കാതെ ദുനിയാവിൽ അഹന്ത് വെച്ചുകൊണ്ട് നടന്നപ്പോ അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും ഇല്ലാതാക്കി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ബിൽഡിങ്ങുകളുടെ വലിപ്പത്തിലല്ല കാര്യം, നിന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ വലിപ്പത്തിലാണ് കാര്യം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കണ്ടില്ലേ, സിറിയയിലും തുർക്കിയിലും ഒക്കെ എത്ര പാവങ്ങളാണ് സുബ്ഹാനല്ലാഹ് മരണപ്പെട്ടത്. 25,000-ഓളം ആളുകൾ മരണപ്പെട്ടു എന്ന് പത്രങ്ങൾ കൊടുക്കുന്നു. ഇതൊന്നും അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം വൈകിരിക്കാണ്. ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണം എന്ത് അന്വേഷിക്കുമ്പോ മഞ്ഞാണ്. മഞ്ഞുവീഴ്ച കാരണം വളരെ ബുദ്ധിമുട്ടും പ്രയാസവുമാണ്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കാണ്. ഭൂകമ്പം വന്ന മഹാവിപത്തിന്റെ പേരിൽ ആ നാടിനെ അല്ലാഹു മാറ്റിമറിച്ചു. ചിന്തിക്കണം. എന്നാൽ ആ സമൂഹത്തിൽ ഒരുപാട് കാലമായി പല വിധത്തിലുള്ള പ്രയാസങ്ങൾ വരുന്നുണ്ട്. ഭൂകമ്പവും മറ്റുമൊക്കെ വരുമ്പോ ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതും അത് ഉണ്ടാകുമ്പോൾ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ പെരുമാറണമെന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്നതാകുന്ന ഒരു രാജ്യം കൂടിയാണത്. അതുകൊണ്ടാണ് ആ നാട്ടുകാർക്ക് നമ്മളെപ്പോലെ ഒരു ഭയപ്പാടിന്റെ ഒരു അവസ്ഥാവിശേഷമില്ലാത്തത്. ഈമാനിന്റെ പ്രഭ കേന്ദ്രമായി കട്ട ഈമാനിന്റെ വക്താക്കളായി അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ മകൻ താഴെ കിടക്കുമ്പോഴത്തേക്കും രക്തത്തിൽ വാർന്നൊലിച്ച് കിടക്കുമ്പോൾ ഒരു വാപ്പ കലിമ ഉച്ചരിക്കാൻ നിൽക്കുമോ? ഈ മകൻ ഷഹീദാവണം, അവൻ മരിക്കും ഉറപ്പാണ്, അവന് ഷഹീദിന്റെ കൂലി കിട്ടണമെന്ന അർത്ഥത്തിൽ വാപ്പ താഴേന്ന് ചൊല്ലിക്കൊടുക്കുന്നു. വാപ്പ ചൊല്ലിത്തരുന്നത് മകൻ നല്ല ഈമാനിക ആവശ്യത്തോട് ഏറ്റു ചൊല്ലുന്നു. അങ്ങനത്തെ ഒരു വാപ്പായ മകൻ എവിടെ കാണാൻ സാധിക്കും? ഒരു പക്ഷെ നമ്മൾ താഴേന്ന് പറഞ്ഞാൽ ഏറ്റിയല്ലണ്ടേ മകൻ മോളിന്ന്. എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്ക്, തന്താർ എവിടെ നിന്നും ലൈലാല് തല്ലി കളിക്കുന്നു എന്ന് ചോദിക്കും. അങ്ങനത്തെ മക്കളായി അല്ലാഹു നമ്മളെ കാക്കട്ടെ. മറ്റേത് മരണത്തിലേക്ക് പോകുമ്പോൾ എന്റെ മകൻ മരിക്കുമെന്ന ഉറപ്പ് നിശ്ചയദാർഢ്യത്തോട് ഷഹാദത്ത് കൊടുക്കാൻ അവരുടെ ഈമാനിന്റെ വലിപ്പാണത്. ഹദീസിൽ കാണാം, സിറിയ മറ്റുള്ള പ്രവിശ്യകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വിപത്തുകൾ വരുമ്പോ അല്ലാ എന്ന വാക്കല്ലാതെ അവരുടെ നാവിൽ വേറൊരു വാക്കുണ്ടാവുകയില്ല. ഹബീബായ റസൂലുള്ളാഹി. അതങ്ങനെ തന്നെയാണ്. നമ്മ ആ ഒരവസ്ഥയിലേക്ക് എത്തണം. നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ തീരുമാനങ്ങൾ ആ സഹോദരങ്ങളെ പടച്ചറപ്പിന്റെ ഭാഗത്ത് നടക്കുന്നത്. അതേ സ്ഥലത്ത് തന്നെ നമ്മൾ കണ്ടില്ലേ, ഗർഭിണിയായ ഒരു ഉമ്മ പ്രസവിച്ചു ഒരു കുഞ്ഞിനെ. ഇതേ വിപത്ത് നടക്കുന്നതിനിടയിൽ ആ ഉമ്മ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അള്ളാഹു അവിടുന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് നമ്മയും നാടിനെയും ലോകരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പ്രഭാഷണത്തിന് വേണ്ടി പോയിരുന്നു. മയ്യിലിനടുത്തുള്ള സ്ഥലത്ത് വറ്റാണ് പ്രഭാഷണം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഉസ്താദ് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം. കണ്ണൂർ ജില്ലയിലേതാകുന്ന ഒരു സഹോദരി, പൂർണ്ണ ഗർഭിണിയായ പെണ്ണ്, പ്രസവവേദന വന്നപ്പോ തന്നെ ഭർത്താവിനോട് പറയുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഭർത്താവ് വാഹനമെടുത്തു, രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു. പോകുമ്പോഴാണ് അവരുടെ പ്രിയപ്പെട്ടതാകുന്ന അച്ഛനും അമ്മയും മൂത്ത മകളും അമ്മയുടേതാകുന്ന അനുജത്തിയും വാഹനത്തിൽ അവരോടൊപ്പം തന്നെ പുറകിൽ അനുഗമിക്കുന്നു. പെട്രോളിന്റെ മണം പുറത്തേക്ക് വരുന്നതായിട്ട് അറിഞ്ഞ് പുറകിൽ നിന്ന് അച്ഛൻ പറയുന്നുണ്ട്, പ്രതീക്ഷനോട് മകനോട് പറയുന്നുണ്ട്, മോനെ എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ടല്ലോ, ഓയിൽ വല്ലതും ലീക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാനത് മകനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മകൻ പറഞ്ഞു, അച്ഛാ ഇവള് വല്ലാതെ വേദനിക്കുകയാണ്, പ്രസവ വേദന കൊണ്ട് പ്രയാസപ്പെടുകയാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ അടുത്തെത്താറായി, എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞ് വാഹനം വളരെ സ്പീഡിൽ വിടുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ വേണ്ടി ഇരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെയും എടുത്തു, ആ തള്ളയും എടുത്തു, അവരുടെ ഭർത്താവിനെയും കൊണ്ടുപോയി. ആ കാറിൽ തന്നെ കത്തി അമർന്നുപോയി. റബ്ബിന്റെ വിധിയാണിത്, അലംഘനീയമായ വിധി. അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാവട്ടെ, ഖൈറായ പകരക്കാരൻ അല്ലാഹു നസീബാക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, ഈ വിപത്ത് ഏത് സമുദായത്തിൽ വന്നാലും നമ്മൾ ചിന്തിക്കണം, ഒരു ഗർഭിണിയായ ഒരു അമ്മ പ്രസവിക്കാൻ പോവാൻ, ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് സമ്മാനിക്കാൻ പോവാൻ. അല്പനേരം കഴിഞ്ഞാൽ, മണിക്കൂറുകൾക്കകം ഒരു കുഞ്ഞ് പുറത്തേക്ക് വരികയാണ്. ചിന്തിക്കണം, ആ കുഞ്ഞ് പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തി. 9 മാസവും 10 ദിവസമായി വേദന കൊണ്ട് പൊളയുന്ന സമയത്താണ് പോകുന്നത്. 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വരെ എത്തി. 100 അടിയിൽ അടുത്തേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴാണ് വാഹനം തീപിടുത്തമുണ്ടാകും. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല സഹോദരങ്ങളെ ജീവിതം പോവുക. നമ്മൾ ചിന്തിക്കുന്നത് പലതുമാണ്. അവർക്ക് ഒരുപാട് ആശയുണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ കുഞ്ഞ് ജനിക്കുന്നതിന് ശേഷം ആ കുഞ്ഞിന് തൊട്ടുകൊടുക്കാനുള്ളതാകുന്ന അവരുടെ കയ്യിൽ ഒരുപക്ഷെ നല്ല തേൻ വരെ അവർ സ്വരൂപിച്ചിട്ടായിരിക്കാം അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെയല്ല, സാധാരണ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകും. അതിനുള്ളതാകുന്ന തുണിത്തരങ്ങളും, ആ കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ആദ്യമായിട്ട് ഇടാനുള്ള വസ്ത്രങ്ങളും, അതിനുശേഷം ആ കുഞ്ഞിനെ കടത്താനുള്ള ബെഡും എന്ന് വേണ്ട എല്ലാം സജ്ജീകരിച്ചിട്ട് ആയിരിക്കാം അവർ നിലകൊണ്ടിട്ടുണ്ടാവുക. എല്ലാവരും അങ്ങനെയാണ്, ഒരു പ്രതീക്ഷയാണ്. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ അള്ളാഹു അസ്തമിപ്പിച്ചു, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കാൻ. അച്ഛനും അമ്മയും മൂത്ത മകളും അമ്മയുടെ അനുജത്തിയും ഒക്കെ നോക്കി നിൽക്കേ അവരൊക്കെ വിലപിക്കുന്നുണ്ട്. പക്ഷെ കഴിയില്ല, പെട്രോളല്ലേ, വല്ലാതെ വന്ന് ഡീസലുമായിട്ട് കത്തുമ്പോ ഉണ്ടാവുന്ന തീയിന്റെ ആളല്ലേ, ചെറുതല്ല. ആർക്കാണ് എടുക്കാൻ സാധിക്കുക? രക്ഷാപ്രവർത്തനം നിരച്ചുപോയി. രക്ഷപ്പെടുത്തി എടുത്തപ്പോഴത്തേക്കും മരണപ്പെട്ടു പോയി. ഇത് ലോകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളാണ്. ഇത് നമ്മുടെ കൺമുന്നിൽ തൊട്ടടുത്ത് നടന്ന സംഭവങ്ങളാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വിപത്തുകൾ നടന്നിട്ട് എന്തേ നമ്മൾ ചിന്തിക്കാതെ പോയത്? നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? മരണത്തെ എന്തുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ കാണുന്നില്ല? നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നത്? എന്ത് കണ്ടിട്ടാ സഹോദരങ്ങളെ നമ്മൾ ഈ അഹങ്കരിക്കുന്നത്? ഇതൊക്കെ നിലയ്ക്കും, ഇതൊക്കെ ഇല്ലാതാവും, ഏത് സെക്കൻഡിലെ നഷ്ടപ്പെട്ടു ചിന്തിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബക്കറ്റ് ഒന്നും ഉണ്ടല്ലോ. അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു محمد رسول الله بالغ المدح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله
മുഹമ്മദുർ റസൂലുള്ളാഹ് താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമാ താബഅം ബിദാദി ത്വാഹ താലിയല്ലി താലി താല ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ ഞങ്ങളുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. നൽകുന്ന സ്വതക്ക നീ കബൂലാക്കണേ അല്ലാ. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകണേ റബ്ബേ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ഹാഫിലീങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. തമ്മാടി റൗഡികളുമായ മോശപ്പെട്ട മക്കളെ തൊട്ട് തങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ റബ്ബേ. ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്ന മക്കളാക്കണേ അല്ലാ. SSLCയും +2 ഒക്കെ പൊതുപരീക്ഷ കാത്തിരിക്കുന്ന മക്കളുണ്ട്, ഉന്നത വിജയം നസീബാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാ. മികവ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആപൽഘട്ടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹു ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുമായിട്ടാണ് ഉച്ചക്കാട് മഖാമിന്റെ പരിസരത്ത് മഹാന്മാരുടെ പൊരുത്തം കാംക്ഷിച്ച് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പടച്ച റബ്ബേ, ഞങ്ങളുടെ സർവ്വ നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. ഈ ഉറൂസിന് വേണ്ടി രാപകലുകൾ കഷ്ടപ്പെട്ടതാകുന്ന ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് മഹല്ലിന്റെ സാരഥികളുണ്ട്, ഉറൂസ് കമ്മിറ്റി പരിപാലക സമിതി അംഗങ്ങളുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ റബ്ബേ. ദീർഘായുസ്സ് നൽകണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. നൽകിയിട്ടുള്ളതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പ്രവാസികളായ സഹോദരങ്ങൾ സഹോദരിമാർ ഈ നാട്ടിലുണ്ട്, നീ ഖൈർ പ്രദാനം ചൊരിയണേ അല്ലാ. പ്രവാസ ലോകത്തുള്ള ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഭർത്താവിനെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഖൈറിലാക്കണേ അല്ലാ. എല്ലാവിധ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണേ അല്ലാ. സർവോപരി ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഹാന്മാരുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ മദദിലാക്കണേ അല്ലാ. അവരുടെ ഹിഫ്ളിലാക്കണേ അല്ലാ. അവരുടെ ഹിമായത്ത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നൽകണേ റബ്ബേ. അവരുടെ തണൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ തണലിലായി ഞങ്ങളുടെ ജീവിതം സാധ്യമാക്കണേ റബ്ബേ. അവരുടെ തണലിലായ മരണവും നീ സാധ്യമാക്കണേ അല്ലാ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്ന പാവങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലി ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ഐശ്വര്യ സമ്പൂർണ്ണമാക്കണേ റബ്ബേ. മക്കളില്ലാതെ വർഷങ്ങളായി കരയുന്ന കുടുംബങ്ങളുണ്ട്, അല്ലാഹുവേ പടച്ച റബ്ബേ, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ റബ്ബേ. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ചേർക്കണേ അല്ലാ. നാളെ കത്തിച്ചരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തുന്നതായ വേളയിൽ ഒരു വിളിയാളം കേൾക്കുകയാണ്, ഒരശരീരി മുഴങ്ങുകയാണ്. ഐന സ്വഹാബി ഐന ജിറാനി ഐന ജിറാനി. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബ് മലക്കുകളോട് ചോദിക്കുകയാണ്, എവിടെ മലക്കുകളെ എന്റെ അയൽവാസികൾ, എന്റെ അയൽവാസികൾ എവിടെ, എന്റെ അയൽവാസികൾ എവിടെ എന്ന് അല്ലാഹു മലക്കുകളോട് ചോദിക്കുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ആരാണ് പടച്ച റബ്ബേ നിന്റെ അയൽവാസികൾ? നിനക്ക് മക്കളില്ലല്ലോ, നീ പരാശരരഹിതനാണല്ലോ, നിന്നെ പ്രസവിച്ചിട്ടില്ലല്ലോ, പിന്നെ ആരാണ് നിന്റെ അയൽവാസികൾ?
അയൽവാസികൾ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മലക്കുകളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പടച്ചറബ് മലക്കുകളോട് പറയുമത്രേ, അല്ലദീന യഅതൂന ഇലൽ മസാജിദി ഖബലൽ അദാൻ, പള്ളിയുടെ മിനാരങ്ങളിൽ ശ്രവണ സുന്ദരമായ ബാങ്കുലുകൾ മുഴങ്ങുന്നതിന് മുമ്പ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് മുളക്കുന്നതിന് മുമ്പ് ഒന്നുകൊടുത്തുകൊണ്ട് എത്തിക്കാഫിനെ നിയത്ത് വെച്ചുകൊണ്ട് ഇമാമിന്റെ വലത് ഭാഗത്ത് ഒന്നാമത്തെ സഫിൽ സ്ഥാനം പിടിക്കുന്ന ഏത് ചെറുപ്പക്കാരനുണ്ടോ സഹോദരിയുണ്ടോ അവരെല്ലാം എന്റെ അയൽവാസികളാണ്. വഹും ജീറാനി, അവരെന്റെ അയൽവാസികളാണെന്ന് അല്ലാഹു പറഞ്ഞതായി ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, പരിശുദ്ധമായ റജബ് മാസം 27-ാം രാവിനങ്ങളിലേക്ക് സമാഗതമാവുകയാണ്. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് 7 ആകാശങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുസവിധത്തിലേക്ക് എത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മനോഹരയുടെ മനതലങ്ങളെ മദീനയിലെ നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതം ബറക്കത്തുള്ളതാക്കണേ റബ്ബേ, ഐശ്വര്യമുള്ളതാക്കണേ അല്ലാ, സർവോപരി ആഖിബത്ത് നന്നാക്കണേ അല്ലാ. കല്ലിങ്കലുള്ളതാകുന്ന ഖാദിയാരിച്ചയുടെ പ്രിയപ്പെട്ട പൊന്നുമോ മഹമൂദ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ അടുത്തിടെ ട്രെയിൻ തട്ടി മരിച്ചതാകുന്ന സുബൈർ എന്ന സഹോദരന്റെ 15 വയസ്സുള്ള ഷഹീർ എന്ന പൊന്നുമോനടക്കം അല്ലാഹു അവരുടെ കുടുംബങ്ങളിലെല്ലാം സമാധാനം കൊടുക്കണേ അല്ലാ. ഖൈറായ കുടുംബത്തെ നീ പകരം നൽകണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ദറജ ഉയർത്തണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കണേ എല്ലാവരും. തങ്ങൾ കറക്റ്റ് 11:30 വരും ഇൻഷാ അല്ലാഹ്. അതുവരെ ഉണ്ട് സമയം. എല്ലാവരും ഒന്നിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറച്ചുകൂടെ പറഞ്ഞൂടെ? പറയല്ലേ? തങ്ങൾ വന്നിട്ട് തങ്ങളുടെ ദുആ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിനോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്,
മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചും നിലകൊണ്ടെന്നാകുന്ന സഹോദരങ്ങളെ, ഭൗതിക ലോകം കളിക്കാനുള്ളതല്ല, ആഖിറത്തെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ളതാണ് എന്ന് നിങ്ങൾക്ക് അടിക്കടി വാല് നൽകിയിട്ടും ഉപദേശം നൽകിയിട്ടും ആ വാലുകളെ ചെവിക്കൊള്ളാതെ ജീവിക്കുന്നവരെ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ നിങ്ങൾ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? നല്ലൊരു ചോദ്യം. ഹജരെ, വെറുതെ സ്വർഗത്തിലോട്ട് അങ്ങോട്ട് കേറുമോ അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ കാതിയാലിച്ചാണ് ഇവിടുത്തെ വലിയ ഹാജിയാരാണ്, ഒരു കാര്യമില്ല. ഒരു കാതിർച്ചാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ കേറണമെങ്കിൽ അമല് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അം ഹസിബതും തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെ അല്ലാഹു നിങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് കരുതുന്നുണ്ടോ? അല്ലാഹു ചോദിക്കാം, വെറുതെ അങ്ങോട്ട് കടക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും നിങ്ങൾ ആരും വെറുതെ സ്വർഗത്തിൽ കടക്കൂല, ഞാനും കടക്കൂല, നമ്മൾ ആരും കടക്കൂല. കടക്കണമെങ്കിൽ അമൽ ചെയ്യണം. അതിനുള്ളൊരു തട്ടകമാണ് ദുനിയാവ്. ഇവിടെ നമ്മൾ പണിയെടുത്തേ പറ്റൂ. അതിന് ഏറ്റവും നല്ല മാസമാണ് ഏത്? പരിശുദ്ധമാക്കപ്പെട്ട മാസം, നമ്മൾ നിലകൊള്ളുന്നതായ റജബ് മാസം. മനസ്സിലായിക്കോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാവരും എഴുന്നേറ്റ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടേതാകുന്ന പൊരുത്തവും മദതുമുള്ള ഒരു സദസ്സായി അല്ലാഹു സദസ്സ് കബൂലാക്കുമാറാവട്ടെ. അവളിൽ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വന്നിരിക്കും. ഏതെങ്കിലും ഒഴിവുള്ള കസേരയുണ്ടോ എന്ന് നോക്കി, ഉണ്ടെങ്കിൽ വന്നിരിക്കും. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ദുആ എത്രയും വേഗം ആരംഭിക്കും. തങ്ങൾക്ക് 12 മണിക്കാണ്, 12:30 ഇൻഷാ അല്ലാഹ് ട്രെയിൻ ഉള്ളത്. അതിനു മുമ്പ് എന്തായാലും ഇവിടുന്ന് പോകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതുകൊണ്ട് എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് കടന്നിരുന്നോളി. അല്ലാഹു അനുഗ്രഹിക്കുമാറാകും, നിയ്യത്ത് അല്ലാഹു സാധൂകരിക്കുമാറാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബതും തദ്ഖുലുൽ ജന്ന, നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ദുനിയാവിൽ നിങ്ങളെ വെറുതെ അല്ലാഹു വിട്ടേച്ചതാണെന്ന് കരുതുന്നുണ്ടോ? ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചും കഴിഞ്ഞുകൂടിയവന് സ്വർഗം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല 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 ഇല്ല, അങ്ങനെ ഒരാളും കരുതേണ്ടതില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെ ആരും കരുതണ്ട. ഇവിടെ നിങ്ങൾ ആരെയും വെറുതെ പടച്ചതല്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മസാറുകൾ സന്ദർശിച്ച് സിയാറത്തെടുത്ത് നിങ്ങൾ പോകുമ്പോ ആഖിറത്തെ കുറിച്ചൊന്നുകൂടി ചിന്തിക്കണേ. ഈ സിയാറത്ത് ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. എന്തിനാണ് സിയാറത്ത് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്? മഹാന്മാരെ സിയാറത്ത് ചെയ്യലിലൂടെ മുഅ്മിനീങ്ങളാകുന്ന സഹോദരങ്ങൾ, മാതാപിതാക്കളുടെ, കുടുംബങ്ങളുടെ, ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, മുഅ്മിനീങ്ങളുടെ ഖബർ സിയാറത്തിലൂടെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ആത്മീയത തുദക്കിറുകുമുൽ ആഖിറ, പരലോകത്തെ പറ്റി ചിന്തിക്കാനാണ്. എന്തേ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട മുസ്ലിമേ, നീ പരലോകത്തെ പറ്റി ചിന്തിക്കാതെ പോകുന്നത് ദുന്യവിയായ കാര്യങ്ങൾ ചോദിച്ചിട്ട് നീ പോകരുതേ. മഹാന്മാരുടെ ചാരത്ത് വന്നുകൊണ്ട് ചോദിക്കുമ്പോ എനിക്ക് ഭൗതിക ലോകത്ത് ആഡംബരാസ്വാദനങ്ങൾ വേണമെന്ന് പറഞ്ഞ് ദുനിയാവ് മാത്രമായി പരിമിതപ്പെടുത്തി പോകരുതേ. എനിക്ക് എന്റെ രോഗങ്ങൾ ശമനം വരണം, എന്റെ മക്കള് സാലിഹീങ്ങളാകണം, എന്റെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവണം, എനിക്ക് മനോഹരമായ വീടുണ്ടാവണം. ഈ ഒരു ചോദ്യത്തിൽ മാത്രം നീ ഒതുക്കരുതേ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ മഹാന്മാരോടൊപ്പം എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കണേ അല്ലാ. അതിനുള്ള വഴികൾ എനിക്ക് നീ തുറന്നു നൽകണേ അല്ലാ. എന്നെ നമസ്കാരങ്ങൾ ചിട്ടപ്പെടുത്താൻ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത്. ഈ മാസത്തിൽ ഞാനിതാ വിത്തിടുകയാണ്. അടുത്ത ശഅബാനിൽ ഞാനിതാ നനയ്ക്കുകയാണ്. റമദാനിൽ ഞാനിതാ കൊയ്തെടുക്കുകയാണ്. അതുപോലെ എനിക്ക് നന്മയിലേക്ക് എടുക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. ആദരവായ പ്രവാചകനെ പറഞ്ഞില്ലയോ, നിങ്ങൾ ആരെയും നാം വെറുതെ പഠിച്ചതല്ല. ഖുർആൻ ഓതിക്കൊണ്ട് റസൂലുള്ള പറയുകയാണ്, അഫഹസിബുതും തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ ഈ ലോകത്തേക്ക് പഠിച്ചതാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വെറുതെ സ്വർഗം കിട്ടുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, നിങ്ങൾക്കൊക്കെ പ്രത്യേകമായ അമലുകളുണ്ട്. നിങ്ങൾക്ക് ഇബാദത്തുകൾ നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ മകനാകുന്ന യഹ്യ എന്ന പൊന്നുമോനോട് കൂട്ടുകാര് വന്നുകൊണ്ട് പറയുകയാണ്, യഹ്യ എന്ന പൊന്നുമോനെ, നമുക്ക് കളിക്കാം, രസിക്കാം, ചിന്തിക്കാം, ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാമെന്ന് കൂട്ടുകാര് പറഞ്ഞപ്പോ യഹ്യ നബി അലൈഹിസ്സലാം നാട്ടുകാരോട് പറയുകയാണ്, പന്ത് കളിക്കാൻ ടർഫിലേക്ക് ക്ഷണിച്ച കൂട്ടുകാരോട് പറയുകയാണ്, മാലില്ലഅബി ഖുലഖിനാ, മാലില്ലഅബി ഖുലഖിനാ. ഈ ദുനിയാവാകുന്ന 60 70 വയസ്സുള്ള കാലഘട്ടം കളിക്കാൻ വേണ്ടിയിട്ടല്ല പടച്ച റബ്ബ് നമ്മളെ പടച്ചത്. അത് കേവലം ദുനിയാവിന്റെ ഒരു ഭാഗം മാത്രമാണ്. സദാസമയം കളിച്ചുകൊണ്ട് നടക്കുന്ന നാട്ടുകാരായി, സമൂഹമായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? വൈകുന്നേരം മഗ്‌രിബിന്റെ ബാങ്ക് മുഴങ്ങുമ്പോഴും ചെറുപ്പക്കാര് ടർഫിലോട് ഓടുകയാണ്. 1000 രൂപ കൊടുത്തുകൊണ്ട് അവൻ അതിനുള്ളിൽ കയറുകയാണ്. ഇശാഇന്റെ ബാങ്ക് മുഴങ്ങുകയാണ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ മുസ്ലിമേ. ദുനിയാവിന്റെ പിറകെ നടക്കല്ലേ എന്ന് മുഅദ്ദിമാര് വിളിക്കുമ്പോ കാസർഗോഡിന്റെ ഓരോ അരമണിക്കൂർ ചുറ്റളവിലുള്ള 1/2 കിലോമീറ്റർ ചുറ്റളവുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബാങ്കുകൾ മുഴങ്ങുകയാണ്. സുന്ദരമായ മിനാരങ്ങളിലൂടെ മനോഹരമാകുന്ന മാധുര്യത്തോടുകൂടിയുള്ള ബാങ്കുകൾ. അവന്റെ കർണമുടത്തിലെ കലയൊലി കൊണ്ടിട്ട് പോലും ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ വീണ്ടും ഇശയുടെ ജമാഅത്ത് കളഞ്ഞുകൊണ്ട് അവൻ കൂട്ടുകാരൊന്നിച്ചുകൊണ്ട് ടർഫുകളിൽ പന്ത് കളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഇതേ മക്കൾ തന്നെ രാത്രിയിൽ എത്രയോ സമയങ്ങളായി കളിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ വരാത്തവൻ, അതിന്റെ സദസ്സിലേക്ക് വരാത്തവൻ, ഖുർആൻ ഓതാൻ കഴിയാത്തവൻ, മഹത്തുക്കളാകുന്ന ഉറൂസുകൾ നടക്കുമ്പോ ആ മഹാന്മാരുടെ പൊരുത്തം കാംക്ഷിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇന്ന് ആ മഹാന്മാരെ ചീത്ത വിളിക്കുന്നിടത്തേക്ക് അവൻ പോവുകയാണ്. നിരീശ്വരവാദികൾക്ക് കുടപിടിക്കുകയാണ്, യുക്തിവാദികൾക്ക് കുടപിടിക്കുകയാണ്, ബിദ്അത്തിന്റെ ആളുകളുടെ പിറകെ കൂടുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ ചെന്ന ഭിന്നമാക്കുകയാണ്. ആ ദീനിന്റെ കാവൽ പടന്മാരാകുന്ന വ്യക്തിത്വങ്ങളെ നഖശിഖാന്തം എതിർക്കുകയാണ്. സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ പോലും കൂകി വിളിക്കുകയും തെരുവിളിക്കുകയും സംസ്ഥാന കലോത്സവേദിയിൽ മോണോ ആക്ട് നടത്തുന്ന പെൺകുട്ടികളെ കൊണ്ടുപോലും ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്ന തരം താഴ്ന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിപ്പെട്ടു പോയില്ലയോ? എവിടേക്കാണ് ഈ ലോകത്തിന്റെ പോക്കെന്ന് ചിന്തിക്കണേ. ഖുർആൻ ഓതാൻ പറയുന്നവനോട് ആളുകൾക്ക് ദേഷ്യമുള്ള കാലഘട്ടമാണ്. നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നവനോട് ദേഷ്യമുള്ള കാലഘട്ടമാണ്. അത് പറയുന്ന ഉസ്താദുമാരെ ഇഷ്ടമില്ലാത്ത കാലഘട്ടമാണ്. അവർ പറയുന്ന ആദർശത്തോട് പോലും യോജിച്ചു നിൽക്കാൻ താല്പര്യമില്ലാത്ത ഘട്ടമാണ്. ബിദ്അത്തിന്റെ ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനുള്ള ആദർശങ്ങളെ ചോദ്യം ചെയ്യുന്നിടത്തേക്ക്
അവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമുദായം തരം താഴുകയാണ്. എവിടേക്കാണ് മോനെ നിന്റെ പോക്ക്? നിന്റെ ആഖിബത്തിനെ പറ്റി നീ ചിന്തിക്കുന്നില്ലയോ? നീ മനസ്സിലാക്കേണ്ട കാര്യം, സിറിയയിലും തുർക്കിയിലും അടക്കമുള്ളതാകുന്ന ഭൂകമ്പങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ടുപോയ പാവപ്പെട്ടതാകുന്ന ജനകോടികളടക്കം എത്രയോ ആളുകൾക്കാണ് അല്ലാഹു വിപത്തുകൾ നൽകിയത്. ആ സമൂഹത്തിന് മാത്രമല്ല, എത്രയോ ആളുകൾ മുൻകഴിഞ്ഞു പോയതാകുന്ന പ്രവാചകന്മാർ, അവരുടെ സമുദായത്തിന് അല്ലാഹു അത്തരത്തിലുള്ള വിപത്തുകൾ നൽകിയിട്ടുണ്ട്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, അം ഹസിബുതും തദ്ഖുലുൽ ജന്ന, വെറുതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലൂ حتى يقول الرسول والذين آمنوا معه متى نصر الله متى نصر الله ألا إن نصر الله قريب. മനുഷ്യ മാനവാ, നീ ചിന്തിച്ചു പോയോ? നിന്നെ വെറുതെ അല്ലാഹു പടച്ചതാണെന്ന്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഈ ദുനിയാവിൽ നിനക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവണം. നിന്റെ നമസ്കാരങ്ങൾ ചിട്ടയുണ്ടാവണം, നിന്റെ നോമ്പുകൾക്ക് ഒരു ചിട്ടയുണ്ടാവണം, നിന്റെ സക്കാത്തുകൾക്ക് ഒരു ചിട്ടയുണ്ടാവണം. നീ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാകണം, നീ നിരാലംബർക്ക് അവലംബമാകുന്നവനാകണം, നീ നിരാശർക്ക് ആശ്രയത്വം കൊടുക്കുന്നവനാകണം, നീ പാവപ്പെട്ട യതീം മക്കളുടെ തലയിൽ തടവുന്നവനാകണം, നീ ഉലമാക്കളെ ആദരിക്കുന്നവനാകണം, നീ മുത്തഅല്ലിമീങ്ങളെ ബഹുമാനിക്കുന്നവനാകണം, നീ കാരണവന്മാരോട് ആദരവ് വെച്ചുകൊണ്ട് പെരുമാറുന്നവനാകണം, നീ മാതാപിതാക്കളെ തൃണവൽക്കരിക്കുന്നവനാകരുത്, നീ വ്യഭിചരിക്കുന്നവനാകരുത്, നീ കള്ളുകുടിക്കുന്നവനാകരുത്, നീ സിനിമ കാണുന്നവനാകരുത്, നീ സീനിയർ ദർശിക്കുന്നവനാകരുത്, നീ ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവനാകരുത്. നിനക്കൊരു ജീവിതമുണ്ട്, കാരണം നീ മുഅ്മിനാണ്, മുഅ്മിനാണ്. നീ നിരീശ്വരവാദിയെ പോലെയല്ല, അല്ലാഹുവില്ലെന്ന് വാദിക്കുന്നതാകുന്ന യുക്തിവാദികളെ പോലെയല്ല, ലിബറലിസത്തിന്റെ സ്വതന്ത്ര ചിന്താഗതി വാദിക്കുന്നതായ ആളുകളെ പോലെയല്ല. ഈ ദുനിയാവ് കൊണ്ട് ജീവിതം അവസാനിക്കുന്നതാണ്, ഇനി പരലോകമൊന്നും ഇല്ലേ ഇല്ല എന്ന് വാദിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ പോലെ നിന്റെ ജീവിതം മാറല്ലേ. നീ മരണത്തെ കുറിച്ച് ഓർമ്മയുള്ളവനാകണം, അടുത്ത സെക്കൻഡിൽ മരിക്കണമെന്നുള്ള ചിന്തയുള്ളവനാകണം. നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടക്കുന്നു, അതിനേക്കാൾ കൂടുതൽ ഞാനിതാ മരണത്തോട് അടുത്തിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ നിന്റെ നമസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ ഇബാദത്തുകൾ എല്ലാം കണിശമാക്കി ചിട്ടപ്പെടുത്തുന്നവനാകണം. അതിനുവേണ്ടിയാണ് റമദാനിന് മുമ്പ് അല്ലാഹു റജബ് മാസം നൽകിയിരിക്കുന്നത്. നീ തുടങ്ങേണ്ട സമയമിതാ അതിക്രമിച്ചിരിക്കുകയാണ്. റജബ് ഇതാ വിട പറയാൻ അടുത്തിരിക്കുകയാണ്. റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. 40 ദിവസങ്ങൾക്കുള്ളിൽ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇനിയും നമ്മൾ നന്നായിട്ടില്ല എങ്കിൽ, ഇനിയും നീ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിലേക്ക്, നാഥനിലേക്ക്, ആലിമീങ്ങളുടെ സവിധത്തിൽ വെച്ചുകൊണ്ട് സാദാത്യങ്ങളുടെ കരങ്ങൾ ഉയർത്തുമ്പോ പൊട്ടിക്കരയാൻ നീ തയ്യാറായിട്ടില്ല എങ്കിൽ നീ ഹതഭാഗ്യവാനാണ്. നീ ദുനിയാവിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോയവനാണ്. നീ പറയാറുണ്ട്, ഈ പ്രതിസന്ധികളും ഈ പ്രയാസങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം അടിക്കടി എനിക്കാണല്ലോ പടച്ച റബ്ബ് നൽകിയത്. ഈ കൊറോണയും ഈ നോട്ട് നിരോധനവും ഈ പ്രയാസവും ഒക്കെ അല്ലാഹുവേ ഞങ്ങൾക്കാണല്ലോ വന്നു ചേർന്നത്. അല്ല 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 അല്ല, അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളതായിരുന്ന ആളുകൾക്ക്, ജനകോടികൾക്ക് അല്ലാഹു ഇതേ വിപത്ത് നൽകിയിട്ടുണ്ട്. മസ്സതുഹുൽ ബഅസാഉ വല്ലറാഉ,
ഒരുപാട് വിപത്തുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയുമാണ് അവരുടെ ജീവിതവും കടന്നുപോയിട്ടുള്ളത്. അവർക്കും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. നീ കാണുന്നത് തുർക്കിയിലും സിറിയയിലുമാണെങ്കിൽ ഇതിനു മുമ്പ് ലോകത്ത് പലരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ ഖബറിൽ കിടക്കുന്നവരാണ് കൂടുതലുള്ളത്. കഴിഞ്ഞുപോയ ജനകോടികളാണ്, ഒരുപാട് ആളുകൾ കഴിഞ്ഞുപോയത്. അവർക്കെല്ലാം ഇത്തരത്തിലുള്ളതാകുന്ന ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി ശോഭങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. വസുൽസിലൂ حتى يقول الرسول والذين آمنوا معه. അന്നുള്ള പ്രവാചകന്മാരോടൊപ്പം അവരുടെ മുഅ്മിനീങ്ങൾ ചേർന്നുകൊണ്ട് ചോദിക്കുകയാണ്, മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് പടച്ച റബ്ബിന്റെ സഹായം കിട്ടുക? ഈ തീഷ്ണമാകുന്ന യാതനകളിൽ നിന്ന്, ഈ പ്രതിസന്ധികളിൽ നിന്ന് എന്നാണ് ഇനി സലാമത്തുണ്ടാവുക? ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അറിയിപ്പ് നൽകുകയാണ്, അലാ, അറിയണേ, പഠിക്കണേ, വിഷമിക്കല്ലേ മുഅ്മിനേ. ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നമസ്കാരങ്ങൾ ചിട്ടവെച്ച്, അല്ലാഹു എനിക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ നൽകിയല്ലോ, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നോമ്പുകൾ നോറ്റുവീട്ടുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നൽകിയല്ലോ, എന്റെ മകനെ അല്ലാഹു കൊണ്ടുപോയല്ലോ, എന്റെ ഭർത്താവിനെ അല്ലാഹു മരിപ്പിച്ചു കളഞ്ഞല്ലോ, എന്റെ ഭാര്യയെ അല്ലാഹു ഇല്ലാതാക്കിയല്ലോ, എന്റെ വീടുകൾ പടച്ചറപ്പ് തകർത്തെറിഞ്ഞല്ലോ, എനിക്ക് പ്രകൃതി ശോഭങ്ങൾ നൽകി പടച്ചറപ്പ് പരീക്ഷിച്ചല്ലോ, ഞാൻ ഒരുപാട് ആറ്റുനോക്കുണ്ടാക്കിയതാകുന്ന സമ്പാദ്യം പ്രവാസ ലോകത്തുള്ള എന്റെ കെട്ടിടങ്ങൾ മുഴുവനും ഒരു സെക്കൻഡിൽ അല്ലാഹു തരിപ്പടമാക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നീ ചിന്തിക്കാതെ ആഖിറത്തെ പറ്റിയൊന്ന് ചിന്തിക്കണേ. ഈ പ്രതിസന്ധികളൊക്കെ നൽകിയവൻ അല്ലാഹുവാണ്. അതിനു മുമ്പ് ഈ നിഅമത്തുകൾ നൽകിയവനും അവനാണ്. അവൻ ഇഷ്ടമുള്ള സമയത്ത് അവൻ അതിനെ എടുത്തുകൊണ്ട് പോയതാണ് എന്ന് കരുതിക്കൊണ്ട് നിലകൊള്ളുന്നവരെ, തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. വിപത്തുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ സത്യവിശ്വാസികൾ അവലംബിക്കേണ്ട മാർഗം ക്ഷമാശീലരായി നിലകൊള്ളരാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരാണ് ക്ഷമിക്കുന്നവർ, ആരാണ് ക്ഷമാശീലർ? അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. വിപത്തുകൾ വരുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, ആ വിപത്തുകൾ വരുന്ന സമയത്ത് അവന് പറയുമത്രേ, ഇന്നാ ലില്ലാഹി, തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നാം അവനിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. ഈ വാക്യം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരാണ് യഥാർത്ഥമാകുന്ന ക്ഷമിക്കുന്നവരെന്ന് വിശുദ്ധമായ ഖുർആൻ. അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഈ ദുനിയാവിൽ ക്ഷമിക്കുന്നവരെ വിപത്തുകളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ മാനസികമായി വിഭ്രാന്തിപ്പെടാതെ അല്ലാഹ് നൽകിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമാവലംബിക്കുന്നതായ ആളുകളെ, ഇന്നാലില്ലയുടെ വചനങ്ങൾ പറയുന്നവരെ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം, സ്വലവാത്തുൻ മഅനാഹു വൽ മഗ്ഫിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാപ സുരക്ഷിതത്വം നൽകുകയാണ്.
പറയുകയാണ്, അവർക്ക് അല്ലാഹു പരിപൂർണമായ പാപമോചനം രേഖപ്പെടുത്തുമത്രേ. തീർന്നില്ല. വറഹ്മാ മഅനാഹു അൽ ഇഹ്സാൻ, അല്ലാഹു അവർക്ക് ഒരുപാട് കാരുണ്യം ചൊരിയുമത്രേ, ഒരുപാട് നന്മകൾ അല്ലാഹു നൽകുമത്രേ. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗ ലബ്ധികരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അവരാണ് സന്മാർഗം സിദ്ധിച്ച ആളുകൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആര് വിപത്തുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് പറയുകയും നാം അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവനാണെന്നുള്ള വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുകയും ചെയ്ത് ക്ഷമിച്ച് നിലകൊള്ളുന്നവൻ അവന് സ്വർഗ്ഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവന് മഗ്ഫിറത്തും കിട്ടും, പടച്ചറബ് ഒരുപാട് നന്മകളും ചൊരിയും. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് എണ്ണ തിട്ടപ്പെടുത്താൻ പറ്റുകയില്ല പ്രതിഫലമെന്ന് വിശുദ്ധ ഖുർആൻ.